ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് ആർഷിയുടെ കല്യാണത്തിൻ്റെ മോർണിംഗ് ഉള്ള വ്ളോഗാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും സാരി ഉടുക്കലിൻ്റെ ഫുൾ ഓഫ് തിരക്കാണ്. ആതിര, രഞ്ജു, ഞാൻ, അങ്ങനെ ഓരോ സൈഡിലും ഓരോ തിരക്ക്. അവസാനം ഞങ്ങൾ ഗിഫ്റ്റ് പോലും പാക്ക് ചെയ്യേണ്ട സുജിയും പ്രസാദാട്ടനും വന്നിട്ടാണ് ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തത്. എന്നിട്ട് ഇറങ്ങാനുള്ള തത്രപ്പാടിൽ എന്തെടുത്തില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ അടക്കം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നിട്ട് നീ കാരണമാണ് ലേറ്റായി എന്നുള്ളൊരു വാക്ക് തർക്കവും കൂടി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും സുജി, പ്രസാദട്ട്, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ ഇറങ്ങിയിട്ട് ടൈം ആവുമോ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. കുറേ അധികം ടെൻഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് കറക്റ്റ് ആർഷിയും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവരും ഒരുമിച്ച് അവിടെ തന്നെ എത്തി. അപ്പോൾ ഞങ്ങൾ എത്തിയ പാടെ തന്നെ ഞങ്ങൾ സെയിം ഫോട്ടോഗ്രാഫർ തന്നെ ആയിരുന്നു, രഞ്ജുവിൻ്റെ കല്യാണത്തിനുള്ള ഫോട്ടോഗ്രാഫർ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി കുറേ ഫോട്ടോസ് എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഞങ്ങളത് തകർപ്പൻ ആയിട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പോൾ 4 പേരുള്ള കുറേ നല്ല ഫോട്ടോസ് ഞങ്ങൾക്ക് കിട്ടി ഗൈസ്. അതിനുശേഷം ഞങ്ങൾ ഉള്ളിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്നു. അത്യാവശ്യം ആൾക്കാർ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർഷിയുടെ കുറേ സിംഗിൾ പിക്ക് ഫോട്ടോസ്, നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫോട്ടോസ് എടുക്കലായിരുന്നു. കാരണം ചെക്കൻ്റെ വീട്ടുകാർ വന്നു വെച്ചാൽ കുറേ അധികം തിരക്കാവുമല്ലോ. അപ്പോൾ കിട്ടുന്ന ടൈമിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം ചെക്കൻ്റെ വീട്ടുകാർ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു ഗൈസ്. അപ്പോൾ അതിനുള്ള പുറപ്പാടും കാര്യങ്ങളും അതുപോലെ തന്നെ അവന് വെൽക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വരിക ഉള്ളിൽ പോകുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ ഫുൾ ഓഫ് മൈൻഡ്. അപ്പോൾ അത്യാവശ്യം പണ്ടത്തിനേക്കാളും, അതായത് കുറച്ച് വന്നതിനേക്കാളും ആൾക്കാർ കുറച്ച് കൂടിയിട്ടുണ്ട് മണ്ഡപത്തിൽ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ചെക്കൻ്റെ വീട്ടുകാരനെ വരവേൽക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിന് ശേഷം അവർ വന്നു, വെൽക്കം ചെയ്യാൻ പോകും. जीवन हेतुना कंठे बध्नामि सुभगे त्वं जीव शरदशतम्. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഉള്ളിൽ അത്യാവശ്യം നല്ല തിരക്ക്, കാരണം ഫോട്ടോ ഷൂട്ടിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അത്യാവശ്യം എല്ലാവരും പുറത്ത് വന്നു. കാരണം ഉള്ളിൽ കുറച്ച് റഷ് കാര്യങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ പുറത്ത് വന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടുകൾ കുറേ എടുത്തു. ആതിര, മേമ, അമ്മ, ചാച്ചമാർ, അങ്ങനെ ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ട് എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഉള്ളിൽ കുറച്ച് തിരക്കൊഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ തക്കുടു ചേച്ചി ഇങ്ങനെ എടുക്കുക, ചേച്ചി അങ്ങനെ എടുക്കുക, ചേച്ചി കുറേ വീഡിയോസ് എടുക്കുക, ചേച്ചി ഇതിലെടുക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കിട്ടണം ചേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ ഹായ് എന്നൊക്കെ കാണിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ സ്റ്റേജിൽ ഫോട്ടോ എടുക്കാൻ പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇതേ ഫോട്ടോ എടുത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അടിപൊളി സദ്യയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. രാവിലെ ഞങ്ങൾ ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു, അടിപൊളി സദ്യയായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ആർഷി ആ ടൈമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ കുറേ നേരം എന്ത് ചെയ്യുന്നുള്ളൊരു സംസാരത്തിലായിരുന്നു അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങളും ആക്ച്വലി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അപ്പോൾ അവർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മുകളിൽ പോയതാണ് പാർക്കിങ്ങിൽ. അപ്പോൾ ഞാനും രഞ്ജു ഇവിടെ താഴെ നിൽക്കുകയാണ്. അങ്ങനെ ആതിര വന്നു. അപ്പോൾ ആതിര വണ്ടിയിൽ ഞാൻ കയറി. പിന്നെ ഞങ്ങൾ സുജിയുടെ വീട്ടിൽ പോകണം, ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഇപ്പോൾ പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. അപ്പോൾ സുജിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ആതിര മുകളിൽ പോകാമെന്നൊക്കെ കാണിക്കണത്, അതായത് മുകളിലാണ് അവൻ്റെ റൂം, കാര്യങ്ങൾ എന്തൊക്കെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോയി നോക്കാമെന്നുള്ള മൈൻഡ് സെറ്റിൽ ഞങ്ങൾ പോയി നോക്കുകയാണ്. അവൻ ഫുള്ള് ഗെയിമറാണ്, അതുപോലെ യൂട്യൂബിൽ ഉണ്ട്, അവൻ വ്ളോഗറാണ്. അപ്പോൾ ഫുള്ള് പബ്ജിയുടെ അവിടെ എന്തൊക്കെയൊക്കെയോ കാണിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു വീട്, എനിക്ക് നല്ല ഇഷ്ടമായി പേഴ്സണലി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. എന്നിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് അവർ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് എല്ലാവരും അവരവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരും ശരിക്കും ക്ഷീണിച്ചു എന്ന് തന്നെ പറയാം. കുറേ വീഡിയോസൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല, പറ്റുന്നത്രയൊക്കെ എടുത്തു ഗൈസ്. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.